DDRC അഖിലസിന്റെ പുതിയ ശാഖ പിറവത്ത് പ്രവർത്തനം ആരംഭിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ ലാബോറട്ടറി ശൃംഖലയായ DDRC അഖിലസിന്റെ പുതിയ ശാഖ പിറവം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ ബസ് ബേക്ക് സമീപം ടൗൺ പ്ലാസയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഫ്രാൻസിസ് ജോർജ് MP മുഖ്യ അതിഥിയായി. പിറവം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൗൺസിലർ ബബിത ശ്രീജി അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ KP സലീം ഫുള്ളി ഓട്ടോമാറ്റഡ് ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സോണൽ മാനേജർ മുഹമ്മദ് സാദിഖ് സ്വാഗതം പറഞ്ഞു. വർഷങ്ങളായിട്ട് കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ശൃംഖലയാണ് DDRC അഖിലസ്. അത് ഓൾ ഇന്ത്യ ലെവലിലും ഒക്കെ പടർന്ന് പന്തലിച്ച് വലിയൊരു പ്രസ്ഥാനമാണ്. അത് പിറവത്തും തുടങ്ങാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾക്കൊന്നും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇന്ന് 6ഓളം യൂണിറ്റുകൾ ഇന്ന് കേരളത്തിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ ഒരു ലക്ഷ്യം തന്നെ ലോകോത്തര നിലവാരമുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ എല്ലാ പഞ്ചായത്തുകളിലും ലഭ്യമാവണം എന്നുള്ളതാണ്. ഏകദേശം 3600ഓളം ടെസ്റ്റുകൾ ചെയ്യുന്ന വലിയൊരു ലബോറട്ടറി ശൃംഖലയാണ് DDRC അഖിലസ്. അത് പിറവത്തും ഒരു യൂണിറ്റ് തുടങ്ങാൻ പറ്റിയതിൽ അതിയായ സന്തോഷമുണ്ട്. എൻ്റെ സ്നേഹത്തെ അറിയിക്കുന്നു. അതോടൊപ്പം എൻ്റെ പ്രാർത്ഥനയും അതുപോലെ തന്നെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ DDRC ഗ്രൂപ്പ് ലാബ് രംഗത്ത് ഒരു തനതായ ഒരു മുഖമുണ്ട് നമ്മുടെ കേരളത്തിൽ. വളരെ സന്തോഷം. നഗരസഭാ പരിധിയിൽ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ വരുമ്പോൾ കൂടുതൽ വികസനത്തിലേക്ക് നമ്മുടെ ടൗൺ എത്തും. അതിന് ഏറെ സന്തോഷത്തോടു കൂടി നല്ല രീതിയിൽ അത് ഹോം കളക്ഷൻ ഇവിടെ അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ഞങ്ങൾ ഏറെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു സംരംഭം നിങ്ങൾ വിജയത്തിലേക്ക് എത്തട്ടെ എന്ന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഡോക്ടേഴ്സ് ഡയഗ്നോസ്റ്റിക് റിസർച്ച് സെൻറ്റർ എന്നുള്ള നിലയ്ക്ക് ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെ മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അതിൻ്റെ ഉപരിതലങ്ങളിലുള്ള മറ്റ് ഏജൻസികൾ വഴി ചെയ്യാൻ കഴിയുന്നു, ലാബ് വഴി ചെയ്യാൻ കഴിയുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇന്നത്തെ നമ്മുടെ ചികിത്സാ രംഗത്ത് രോഗനിർണയം നടത്തി രോഗത്തിന് ചികിത്സ നടത്തുക എന്നുള്ള നിലയിലേക്കാണ് പ്രത്യേകിച്ച് കേരളം ആ നിലയ്ക്ക് വലിയ രീതിയിൽ വളർത്തിയിരിക്കുകയാണ്. നമ്മുടെ രോഗകാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടല്ല ആദ്യകാലത്തെ ചികിത്സ.
ചികിത്സ പൊതുവെ ഒരു ചികിത്സയാണ്. വലിച്ചാൽ വലിച്ചു, വലിച്ചില്ലെങ്കിൽ വലിച്ചില്ല. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ മരുന്നും ആവശ്യമില്ലാത്ത ശസ്ത്രക്രിയയും ഒക്കെ നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി. അപ്പോൾ നമ്മുടെ ആന്തരിക അവയവങ്ങളെക്കുറിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിപ്പോൾ ആധുനിക സൗകര്യങ്ങളുള്ള ലാബിൽ കൂടെ എന്താണ് കാരണം എന്ന് തിട്ടപ്പെടുത്തി അതിനനുസൃതമായ മരുന്നും അതിനനുസൃതമായ ചികിത്സയും നിർണ്ണയിക്കാൻ കഴിയുന്ന ആധുനിക വൈദ്യശാസ്ത്ര രംഗത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് പിറവംകാരെ സംബന്ധിച്ചിടത്തോളം ആ നിലയ്ക്ക് വലിയ അനുഗ്രഹമാണ്. തന്നെയുമല്ല, ഇന്നത്തെ ഏറ്റവും അപ്ഡേറ്റ് ചെയ്ത മിഷനറികളാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നതെന്ന് സാദിക്ക് നേരത്തെ സൂചിപ്പിച്ചു. അങ്ങനെ വരുമ്പോൾ കൂടുതൽ അത് നമുക്ക് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹമായ കാര്യങ്ങളാണ്. എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. DDRC അഖിലസ് പാത്ത് ലാബ് ബിസിനസ് ഹെഡ് രഞ്ജിത് കുമാർ ആർ DDRC അഖില സേവനങ്ങൾ വിശദീകരിച്ചു. നമ്മൾ ധാരാളം മെഡിക്കൽ ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അത് പലയിടത്തും നമ്മൾ പഞ്ചായത്തുമായിട്ടും മുനിസിപ്പാലിറ്റിയായിട്ടും കോർപ്പറേഷനായിട്ടും വാർഡ് കൗൺസിലേഴ്സായിട്ടൊക്കെ ജോയിൻ ചെയ്തിട്ടാണ് ഈ ക്യാമ്പുകൾ ചെയ്യുന്നത്. അപ്പോൾ പല രീതിയിൽ രോഗങ്ങൾ നിർണ്ണയിക്കപ്പെടാതെ കിടക്കുന്ന കുറേ ആളുകളുണ്ടാവും. ഈ ക്യാമ്പുകളിലൂടെയാണ് പലർക്കും അവർക്കുള്ള ബേസിക്കായിട്ടുള്ള പല രോഗനിർണ്ണയങ്ങളും നടത്തപ്പെടുന്നതും അതിനുശേഷം പല രീതിയിലുള്ള ചികിത്സകളിലേക്ക് പോകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിലും DDRC വളരെയധികം പ്രതിജ്ഞാബദ്ധരാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഏതാണ്ട് 530ഓളം മെഡിക്കൽ ക്യാമ്പുകൾ ഓൾ കേരള ലെവലിൽ ചെയ്തിട്ടുണ്ട്. പിറവത്തേക്ക് നമ്മൾ പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ്. പക്ഷേ ഈ രംഗത്ത് 43 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഞങ്ങൾക്ക് ഇവിടുത്തെ ആരോഗ്യ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്താനും ആ രീതിയിലുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാനും കഴിയും. ആ ഒരു സപ്പോർട്ട് നമ്മൾ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും വാർഡ് കൗൺസിലേഴ്സിൻ്റെ ഭാഗത്തു നിന്നും എക്സ്പെക്ട് ചെയ്യുന്നു. പിറവത്ത് എത്താൻ ഇത്രയും വർഷം താമസിച്ചു എന്നുള്ള ഒരു കാര്യമുണ്ട്. എന്നിരുന്നാൽ അറ്റ്ലീസ്റ്റ് എത്തിയല്ലോ. സാദിഖ് സാറിൻ്റെ രഞ്ജിത്ത് സാറിൻ്റെ ഒക്കെ പ്രവർത്തന ഫലമായി പിറവത്തെത്താൻ ഒരു സൗകര്യമുണ്ടായി. DDRC ലാബിൻ്റെ പ്രത്യേകതകൾ 3ആണ്. ഒന്ന്, 44ഓളം ഡോക്ടേഴ്സ് എൻ്റെ താഴെ വർക്ക് ചെയ്യുന്നു. ഞാൻ പെത്തോളജിസ്റ്റാണ്. അപ്പോൾ ഡോക്ടർ സൈൻ ഔട്ട് ഞങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. എനി പ്രോബ്ലം ഉള്ള കേസുകളും ഇവിടുന്ന് റെഫേർഡ് ആവും, റീജിയണൽ ലാബ്സിലോട്ട് പോകും. അവിടുന്ന് റെഫറൻസ് ലാബായ പനമ്പള്ളി അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തേക്ക് വരും. അവിടെ വെച്ച് സോർട്ട് ഔട്ട് ചെയ്താണ് പോകുന്നത്. അങ്ങനെയാണ് മാഡം പറഞ്ഞ പോലെ ആക്യുറസി ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ മേഖലകളിലെ ഡോക്ടർമാരെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും വി സ്റ്റിൽ ഹാവ് ഇനഫ് ഡോക്ടേഴ്സ് ടു മെയിൻറ്റെയിൻ ദി ക്വാളിറ്റി. രണ്ടാമതായി പറയുകയാണെങ്കിൽ രോഗിക്ക് വീട്ടിൽ നിന്ന് തന്നെ കളക്ട് ചെയ്ത് ഏതൊരു ടെസ്റ്റും ഇന്ത്യക്ക് വെളിയിലോ ഉള്ളൊരു ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് അവരുടെ വീട്ടിൽ എത്തിക്കാനുള്ള കഴിവ് എനിക്ക് തോന്നുന്നു DDRC അജലസിന് മാത്രമേ ഉള്ളൂ. കാരണം ഞങ്ങളുടെ മുകളിൽ 2 റെഫറൻസ് ലാബ് ഉള്ളത്, ഒന്ന് ബോംബെ, ഡൽഹിയാണ്. ഏകദേശം 2600ഓളം ടെസ്റ്റുകൾ മുംബൈയിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ പനമ്പള്ളിയിൽ 528 NABL അക്രഡിറ്റഡ് ടെസ്റ്റാണ്. ലാസ്റ്റ്ലി എനിക്ക് പറയാനുള്ളത് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ലാബിൻ്റെ നിലവാരം അളക്കുന്നത് അതിൻ്റെ അക്രഡിറ്റേഷനാണ്. ഞങ്ങളുടെ ലാബ്സ് മെയിൻ റെഫറൻസ് ലാബ്സ് എല്ലാം NABL 2022 അക്രഡിറ്റേഷൻ ഉള്ളതാണ്. വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ. അവിടെ നിന്നുള്ള ഒരു ഗൈഡൻസ് ഞങ്ങൾ ഇവിടെയുള്ള എല്ലാ ലാബ്സിലും കാണിക്കുന്നു. ആൻഡ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഞങ്ങളുടെ ഓർഗനോഗ്രാം എന്ന് പറഞ്ഞ്, അതായത് ഞങ്ങളുടെ സ്ട്രക്ചറാണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. സ്ഥിരം സമിതി അധ്യക്ഷ വത്സല വർഗീസ്, കൗൺസിലർമാരായ ഏലിയമ്മ ഫിലിപ്പ്, ജോജിമോൻ ചാരുപ്ലാവിൽ, DDRC അഖിലസ് പാത്ത് ലാബ് ഡെപ്യൂട്ടി റീജിയണൽ സെയിൽസ് മാനേജർ സൂരജ് PS, ജെയിംസ് ഓണശ്ശേരിൽ തുടങ്ങിയവർ സംസാരിച്ചു. നാനൂറ്റിയഞ്ച് ബ്രാഞ്ചുകളുള്ള DDRC അജിലസിൻ്റെ 406-ാം ബ്രാഞ്ച് പിറവത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മറ്റു ലാബുകളെ അപേക്ഷിച്ച് 4000-ൽ പരം ടെസ്റ്റുകളാണ് DDRC അജിലസിനും നിലവിലുള്ളത്. അതിൽ തന്നെ ജെനറ്റിക്സ് ആൻഡ് ഹിസ്റ്റോപാത്തോളജി, സൈറ്റോജെനറ്റിക്സ് ആൻഡ് ജെനറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് മുഖ്യമായവ. ബയോകെമിസ്ട്രി, ഹോർമോൺസ്, ഹെമറ്റോളജി, ഹിസ്റ്റോപത്തോളജി, മൈക്രോബയോളജി, മോളിക്കുലാർ ജെനറ്റിക്സ്, സൈറ്റോജെനറ്റിക്സ് എന്നീ സേവനങ്ങൾക്ക് പുറമെ വീടുകളിൽ നിന്നുള്ള സാമ്പിൾ ശേഖരണവും ലഭ്യമാണ്. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:30 മുതൽ വൈകിട്ട് 6:30 വരെയും ഞായറാഴ്ച രാവിലെ 6:30 മുതൽ വൈകുന്നേരം 3 വരെയുമാണ് ലാബിന്റെ പ്രവർത്തന സമയം. ന്യൂസ് ബ്യൂറോ, പിറവം.